കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിൽ. KSU യൂണിറ്റ് സെക്രട്ടറിക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയതിവരെന്ന് പോലീസ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അമൽനാഥ് ചേരുകയാണ്. അമൽ, വളരെയധികം രാഷ്ട്രീയമായും ചർച്ച ചെയ്ത ഒരു കേസാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട. ഇപ്പോൾ അവിടെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ KSUക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് 2 പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ അന്വേഷണം 2 ബംഗാളികളിലേക്ക് എത്തി നിൽക്കുകയാണ്. അവരെ നിലവിൽ കളമശ്ശേരി പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏകദേശം 4ഓളം പേർ ഈ ഒരു കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പിടിയിലായിരുന്നു. ഇവരൊക്കെ KSUവിന്റെ പ്രവർത്തകരായിരുന്നു. KSU യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ടായിരുന്നത്. ഈ KSU യൂണിറ്റ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഈ ബംഗാൾ സ്വദേശികളാണ് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതായത് ഷാലിക്ക്, ആഷിഖ് എന്നിവരിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചത് ഈ ബംഗാൾ സ്വദേശികളാണ്. ഇവരിൽ നിന്നും, അതായത് ആഷിഖ് ഒപ്പം തന്നെ ഷാലിക്ക്, ഇവരിൽ നിന്നും ഏറ്റവും അവസാനം പിടിയിലായ അനുരാജ് പണം ശേഖരിക്കുകയും ആ പണം ഈ ബംഗാൾ സ്വദേശികൾക്ക് നൽകുകയും ആ പണത്തിന് തുല്യമായ കഞ്ചാവ് പിന്നീട് ഈ അനുരാജിന് ലഭിക്കുക. അനുരാജ് അത് ഈ ഇത്തരത്തിൽ യൂണിറ്റ് സെക്രട്ടറിയായ ഷാലിക്കിനും ഒപ്പം തന്നെ ഈ ആഷിഖിനും നൽകുകയും ഇവർ ക്യാമ്പസിലെത്തിച്ച് ക്യാമ്പസ് ഹോസ്റ്റലിൽ ഈ ആകാശ് വഴി വിതരണം ചെയ്യുകയുമായിരുന്നു. ഇത്തരത്തിലായിരുന്നു ഇവരുടെ ആ ഒരു ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്ത് ഈ കഞ്ചാവ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ അന്യ സംസ്ഥാനത്തു നിന്നുമാകാം ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ് ഇവരിലേക്ക് എത്തിയത് എന്ന രീതിയിലുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ പിടിയിലായ അനുരാജിന്റെയും ഒപ്പം തന്നെ ഈ KSU യൂണിറ്റ് സെക്രട്ടറിയുടെ ഒക്കെ മൊഴി എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ ബംഗാൾ സ്വദേശികളിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഫോൺ കോളുകളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഇപ്പോൾ നിലവിൽ 2 ബംഗാൾ സ്വദേശികൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഈ ഒരു കേസുമായി ഉടൻ ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ് അമൽ. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് വേട്ടയിൽ ഇപ്പോൾ 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിലായിരിക്കുന്നത്. പോളിടെക്നിക്കിൽ KSUക്കാർക്ക് ഇത്തരത്തിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇവരാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ വരും സമയങ്ങളിൽ ഉണ്ടാകാമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.